ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് HTML ലിങ്കുകളെ പറ്റിയാണ്. HTML ലിങ്കുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനിവിടെ ക്രോമിനകത്ത് കയറി ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വിക്കിപീഡിയ പേജ് വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്കിവിടെ നെറ്റ്വർക്ക് കണക്ഷൻ കുറച്ച് സ്ലോ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അവിടെ ഇതുപോലെ നീല കളറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ലിങ്കുകളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കേഴ്സർ കൊണ്ടുവെക്കുമ്പോൾ അതിൻ്റെ ഇത് മാറുന്നുണ്ടോ, നോർമൽ പോയിന്റർ മാറി ഒരു കൈ പോലെ ആവുന്നുണ്ടോ. പിന്നെ ഓരോന്നിൽ വെക്കുമ്പോൾ അവിടെ ഒരു ഡിസ്ക്രിപ്ഷനും പൊങ്ങി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ഇതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡ്, ഇപ്പോൾ ഞാൻ കേഴ്സർ അടിക്കുന്ന അവിടെ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് പേജിലേക്കാണ് റീഡയറക്റ്റ് ആയി പോവുക എന്നുള്ളതും കാണിക്കും. അപ്പോൾ ഇതുപോലെ എങ്ങനെ നമ്മളെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജിനകത്ത് ലിങ്കുകൾ ആഡ് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ലിങ്കുകൾ ആഡ് ചെയ്യുന്നത് എ ടാഗിനകത്താണ്. അപ്പോൾ എ ടാഗ് ഓപ്പൺ ചെയ്യുക. കണ്ടല്ലോ, ഈ ഒരു എ ടാഗിനകത്താണ് നമ്മൾ ലിങ്കുകൾ കൊടുക്കുന്നത്. സോ ഫസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എ ടാഗിനകത്ത് നിങ്ങൾ കൊടുക്കുന്ന ലിങ്കിൻ്റെ പേര് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഗൂഗിൾ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഗൂഗിൾ എന്ന് കൊടുത്ത് സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഗൂഗിൾ എന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു ലിങ്ക് ആയിട്ടില്ല. അപ്പോൾ അതിനെ ഒരു ലിങ്ക് ആക്കണമെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എ ടാഗ് ഓപ്പൺ ചെയ്ത് കണ്ടല്ലോ, അതിനകത്ത് ഒരു കോഡും കൂടി എഴുതാനുണ്ട്. എ ടാഗിനകത്ത് ഒരു സ്പേസ് ഇട്ടതിന് ശേഷം href എന്ന് കൊടുക്കുക. href എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ഈക്വൽ ടൂവും പിന്നെ ഡബിൾ കോട്ടും വന്ന് കാണും. പിന്നെ അതിനിടയിൽ ആ ഡബിൾ കോട്ടിനുള്ളിൽ നമ്മൾ ഏത് വെബ്സൈറ്റിലേക്കാണോ റീഡയറക്റ്റായി പോവേണ്ടത് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ഗൂഗിളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഗൂഗിൾ എന്ന പേജിൽ പോയതിന് ശേഷം അതിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യുക. ഓക്കെ, ആ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്തതിന് ശേഷം ആ ഒരു ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെക്കുക. സോ ഇപ്പോൾ ഇനി നമ്മൾ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അതൊരു ഗൂഗിൾ ഒരു ലിങ്കായി മാറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവിടെ നമ്മൾ കേഴ്സർ കൊണ്ടുവെക്കുമ്പോൾ അത് കൈപോലെ ആവുന്നുണ്ട്. പിന്നെ ഇവിടെ റൈറ്റ് സൈഡ് താഴെയാണെങ്കിൽ അത് google.com എന്ന് പറയുന്ന പേജിലേക്ക് റീഡയറക്റ്റായി പോകുമെന്നും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടല്ലോ, google.comലേക്ക് റീഡയറക്റ്റായി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ബേസിക് ആയിട്ടൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നീട് ഇനി ഇതിനെ നമുക്ക് ഒരുപാട് രീതികളിൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഇത് സെയിം ടാബിനകത്താണ് ഓപ്പൺ ആവുന്നത്. കണ്ടല്ലോ, ഈ ഒരു ടാബ് തന്നെ ഗൂഗിളിൻ്റേതായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ മറ്റൊരു ടാബിലാണ് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ, ഈ ഒരു ടാബിലല്ലാതെ മറ്റൊരു ടാബിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു എ ടാഗ് ഉണ്ടല്ലോ, ഈ എ ടാഗിനകത്ത് തന്നെയാണ് അതും കൊടുക്കേണ്ടത്. സോ ഇതൊന്നും ഡൗൺ ആക്കി അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് ടാർഗറ്റ്. ഓക്കെ, ടാർഗറ്റ് ഈക്വൽ എന്താണെന്ന് പറഞ്ഞു വരും. അപ്പോൾ അവിടെ ടാർഗറ്റ് ഈക്വൽ ബ്ലാങ്ക് എന്ന് കൊടുക്കുക. ബ്ലാങ്ക് എന്ന് കൊടുത്തതിന് ശേഷം സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്യുക. സോ ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം മറ്റൊരു ടാബിനകത്താണ് അത് ലോഡാവുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന എന്താണോ, ഏത് സൈറ്റിലേക്കുള്ള ലിങ്കാണോ അത് മറ്റൊരു ടാബിലായിരിക്കും ലോഡാവുന്നത്. ടാർഗറ്റ് ഈക്വൽ ബ്ലാങ്ക് എന്നിട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ളത് അതിനൊരു ടൈറ്റിൽ വെക്കണം. അതായത് നമ്മളവിടെ കേഴ്സർ അതിൽ ഹോവർ ചെയ്യുമ്പോൾ ഒരു ടൈറ്റിൽ ഇവിടെ കാണിക്കണം. നമ്മളിപ്പോൾ വിക്കിപീഡിയയുടെ പേജ് നോക്കിയപ്പോൾ കണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നോർമലായി ടൈറ്റിൽ. ഓക്കെ, ടൈറ്റിൽ ഈക്വൽ പിന്നെ എന്താണ്, അതായത് ഇപ്പോൾ go to google.com. ഇത് go to google.com എന്ന് പറയുന്നു. ഇപ്പോൾ ഞാൻ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടല്ലോ, ഞാൻ കേഴ്സർ അവിടെ കൊണ്ടുവെക്കുമ്പോൾ അവിടെ അതിൻ്റെ ഒരു go to google.com എന്ന് പറയുന്ന ഞാനിവിടെ കൊടുത്ത ആ ഒരു ടൈറ്റിൽ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രീതിയിലാണ് നമ്മളൊരു ബേസിക് ആയിട്ടൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ മറ്റൊരു ലിങ്കും കൂടി ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ
ഞാൻ ഇതിൻ്റെ പേര് യൂട്യൂബ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, യൂട്യൂബ് എന്ന് എടുക്കുന്നു. ദെൻ ഗോ ടു youtube.google.com എന്നുള്ള ഞാൻ യൂട്യൂബ് എന്നാക്കുന്നു. അല്ല, ഓപ്പൺ യൂട്യൂബ് എന്ന് കൊടുക്കാം. നമുക്ക് ഇഷ്ടത്തിൽ കൊടുക്കാം കേട്ടോ, ഇത് ഗോ ടു തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ഓപ്പൺ യൂട്യൂബ്. ഓക്കെ, ദെൻ ടാർഗറ്റ് ബ്ലാങ്ക്, അതായത് മറ്റൊരു ടാബിലാണ് ഓപ്പൺ ആവുന്നത്. പിന്നെ ഈ വെബ്സൈറ്റ് മാറ്റണം കേട്ടോ. പിന്നെ ഞാൻ യൂട്യൂബിൻ്റെ വെബ്സൈറ്റ് വരണം. ഓക്കെ, ഇതാ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ സേവ് ചെയ്തു. ഇപ്പോൾ റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഗൂഗിൾ എന്നുള്ളതും യൂട്യൂബ് എന്നുള്ളതും വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ഞാൻ ഈ യൂട്യൂബ് എന്നുള്ളതിൽ കൊണ്ടുവെക്കുമ്പോൾ ഓപ്പൺ യൂട്യൂബ് എന്ന് വരുന്നു. ഗൂഗിൾ എന്നുള്ളത് വെക്കുമ്പോൾ go to google.com എന്ന് വരുന്നു. ഓക്കെ, കണ്ടല്ലോ, ഇതിപ്പോൾ ഇതെല്ലാം നോർമലായി വരുത്തുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് നെക്സ്റ്റ് ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ഒരു ടാഗ് കഴിഞ്ഞ് അടുത്ത ലൈനിൽ വേണമെന്നുണ്ടെങ്കിൽ BR ടാഗ് കൊടുത്താൽ മതിയേ. BR ടാഗ് കണ്ടല്ലോ, BR ടാഗ് ഇട്ടാൽ നെക്സ്റ്റ് ലൈനിലേക്ക് പോയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഒരു രീതിയിലാണ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ലിങ്കുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ബ്ലാങ്ക് എന്നുള്ളത് ഒഴിവാക്കിയ സെയിം ടാബ് ബ്ലാങ്ക് ഉണ്ടെങ്കിൽ, ബ്ലാങ്ക് അല്ല, ടാർഗറ്റ് ഈക്വൽ ബ്ലാങ്ക് എന്നുള്ളത് ഉണ്ടെങ്കിൽ മറ്റൊരു ടാബ്. പിന്നെ ഇനിയുള്ളത് നമ്മൾ മറ്റൊരു ലോക്കൽ പേജിലേക്ക് ഇങ്ങനെ റീഡയറക്റ്റ് ആയി പോകും. ഇതിപ്പോൾ മറ്റൊരു സെർവറിലുള്ള പേജിലേക്കാണ് റീഡയറക്റ്റ് ആയി പോകുന്നത്. google.com അല്ലെങ്കിൽ യൂട്യൂബ് അതുപോലുള്ള ഒരു സെർവറിലേക്കാണ്. ഇനിയിപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള മറ്റൊരു HTML പേജിലേക്ക് എങ്ങനെ റീഡയറക്റ്റ് ആയി പോകാമെന്ന് നോക്കാം. ഓക്കെ, സോ ഈ ഒരു HTML-നകത്ത് ഞാനിപ്പോൾ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നു. നോർമലായി ഒരു ടാഗ് ഓപ്പൺ ചെയ്യുക. ടാഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ എന്താണ് വേണ്ടത്, ഇപ്പോൾ ഞാൻ എന്താണ് അതിന് പേര് വെക്കേണ്ടത്, ഞാൻ യൂട്യൂബ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, യൂട്യൂബ് എന്ന് വെച്ചു. തന്നെ ഈ ടാഗിനകത്ത് സ്പേസ് ഇട്ട് ക്രീഫ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇതാ നമ്മൾ ക്രീഫ് ഇട്ടതിന് ശേഷം ഏതാ ഒരു HTML പേജിൻ്റെ പേര് കൊടുക്കുക. ഇപ്പം എൻ്റെ ഇത് കണ്ടല്ലോ, ഞാൻ എൻ്റെ പേരിലാണ് ചെയ്തിരിക്കുന്നത്. .html. ഇപ്പോൾ ഇത് എൻ്റെ ഈ ഒരു HTML പേജ് ആക്കുന്നു. സോ ഇപ്പം ഞാൻ സേവ് ചെയ്യുന്നു. റീഫ്രഷ് ചെയ്യുമ്പം നിങ്ങൾക്ക് എന്ത് പറ്റി? ഓക്കെ, ഞാനിവിടെ യൂട്യൂബ് എന്ന് പേര് കൊടുത്തതുകൊണ്ടാണ്, രണ്ടെണ്ണം ഒരുപോലെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇവിടെ ഒരു ലിങ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ എൻ്റെ പേര് വന്നിട്ടുണ്ട്. അല്ല, പേരല്ല, നമ്മുടെ വെബ്സൈറ്റിന് ഇത് വന്നിട്ടുണ്ട്. സോ ഞാൻ ഇനി അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടല്ലോ, നമ്മളെ മറ്റേ ആ ഒരു വെബ് പേജിൽ നമ്മുടെ മറ്റൊരു HTML പേജിലേക്ക് റീഡയറക്റ്റ് ആയി പോകുന്നുണ്ട്. കണ്ടല്ലോ, ആ ഒരു ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ. സോ നമ്മളിനി ഇവിടെ ഞാൻ ടാർഗറ്റ് കൊടുക്കുന്നു, ടാർഗറ്റ് ബ്ലാങ്ക് ആക്കുന്നു. സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത HTML ആവുന്നു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പമാണ് നമ്മൾ ലിങ്കുകൾ ആഡ് ചെയ്യാൻ. ശരിക്കും ലിങ്കുകൾ വളരെ ഈസി ആയിരുന്നു. ഓക്കെ, പിന്നെ അടുത്ത് നമുക്കുള്ളത് ലിങ്കുകൾക്ക് തന്നെ ചെറിയ ചേഞ്ചസ് വരുത്താനാണ് CSSനകത്ത്.